ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്നൊരു കേക്ക് റെസിപ്പിയാണ്. അത്രയും വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കുമാണ് കേട്ടോ. അപ്പം ചോക്കോ മെൽറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 2 കിലോ കേക്കിൻ്റെ ഒരു മെഷർമെൻറ്റ്സിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം 1.5 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അരിപ്പേര് വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം സിഫ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ 2 കിലോ കേക്ക് ആയതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ വെനില കേക്ക് ആക്കുമ്പോൾ 2 കപ്പാണ് മൈദ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൊക്കോയിൽ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ 1.5 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും നല്ല പ്രീമിയം ആയിട്ടുള്ള കൊക്കോ പൗഡർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഈ അരിപ്പയിൽ തന്നെയാണ് ഞാൻ ആ കൊക്കോ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ പകുതി അളവാണ് 1 കിലോ കേക്കിന് എടുക്കുന്നത് കേട്ടോ. ഇതുകൂടി നല്ലോണം ഒന്ന് അരിച്ച് വെക്കുക കേട്ടോ. ഒരു പ്രാവശ്യം അരിച്ചാലും മതി. എന്നിട്ട് നല്ലോണം അരിച്ചിട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മാറ്റി വെക്കുക. ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ 1/2 കപ്പ് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം റൂം ടെമ്പറേച്ചറിലെ ബട്ടർ എടുക്കുക. നല്ലോണം മെൽട്ടായി പോകരുത്, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഗ്രേറ്റഡ് ചെയ്ത് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടി ഓവനിൽ നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കുക കേട്ടോ. ഒരു 30 സെക്കൻഡ്സ് വെച്ചാൽ തന്നെ നല്ലോണം ഒന്ന് മെൽട്ടായി വരും. അപ്പം അത് നോക്കിയിട്ട് മെൽറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു വലിയ പാത്രത്തിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം തുടച്ച് വടച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. 1/4 കപ്പ് മതിയാവും. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പൗഡർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൗഡർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ വേഗം തന്നെ മിക്സായി കിട്ടും. നമ്മൾ സാധാരണ ഷുഗർ ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അതൊന്ന് മെൽട്ടായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് പൗഡർഡ് ഷുഗർ വേണമെന്ന് പറയുന്നത്. ഞാനിവിടെ പൗഡർഡ് ഷുഗർ അല്ല ആഡ് ചെയ്തത്, ഞാൻ ശരിക്കുള്ള ഗ്രാനുലേറ്റ് ഷുഗറാണ് ആഡ് ചെയ്തത് കേട്ടോ. പക്ഷേങ്കിൽ അത് മെൽറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്ത് നല്ലോണം നമ്മൾ വിസ്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ പൗഡർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോഫിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കനോല ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. അത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം വിസ്ക് വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുട്ട 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഇതിൽ 2 കിലോ കേക്ക് ആയതുകൊണ്ടാണ് 4 എടുത്തത്. 1 കിലോ ആണെങ്കിൽ നിങ്ങൾ 3 എടുക്കുക, 1/2 കിലോ ആണെങ്കിൽ 2 മുട്ട എടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ 4 മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് 4 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം, നല്ല പതക്കുന്ന വെള്ളമൊന്നും വേണ്ട, സാധാരണ നമ്മൾ ഓക്കെ വാം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്കിത് ബീറ്റർ വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഈ മുട്ടയൊക്കെ ഒന്ന് ഉടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് നല്ലോണം ഉടച്ചെടുക്കുന്നുണ്ട്, വിസ്ക് വെച്ചിട്ട് തന്നെ. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ബീറ്റർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്ലഫി ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ചെറിയൊരു പത പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാച്ച് ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക, അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അടുത്ത ബാച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നല്ലോണം അമർത്തി മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ കേക്കൊക്കെ അങ്ങനെ പൊന്തില്ല. ഓക്കെ, അപ്പം എഗ്ഗൊക്കെ നമ്മൾ നല്ലോണം ഫ്ലഫി ആക്കി വന്നതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് താണു പോകും. അതുകൊണ്ട് നല്ല ജെൻറ്റലായിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റത്തെ ബാച്ച് നല്ലോണം മിക്സ് ആയെന്ന് കണ്ടാൽ അടുത്ത ബാച്ച് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ 3 പ്രാവശ്യം ബാച്ചായിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് അറിയാമെങ്കിൽ അതേപോലെ ഒന്ന് ചുറ്റിച്ച് അതിൻ്റെ നടുവിൽ വെട്ടിയിട്ട് അതേപോലെയാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിങ്ങൾ ഏതിലാണോ കേക്ക് ബേക്ക് ചെയ്യുന്നത് ആ സാധനം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുക്കിംഗ് റേഞ്ചിലാണ് വെക്കുന്നത്, അത് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ കേക്കൊക്കെ മിക്സ് ചെയ്തത്. ഓക്കെ, എന്നിട്ട് ഇത് മിക്സ് ചെയ്യുന്ന തന്നെ ഞാൻ അപ്പോൾ തന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ 15 മിനിറ്റ്സ് കഴിയും. അപ്പോൾ അതിലേക്ക് പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാ എൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാനൊരു ടിന്നിൽ വെക്കുകയാണ്, ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ കടന്നിട്ടുണ്ടാകും, അതൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 5 to 6 ടൈംസ് ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ സ്ക്വിറലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പം അതൊന്ന് പോയി കിട്ടും. ഇനി നമുക്കിത് ഓവനിലേക്ക് പ്ലേസ് ചെയ്യാം. എന്നിട്ട് 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ എപ്പോഴും കേക്ക് ബേക്ക് ചെയ്യാറ് കേട്ടോ. 180-ൽ വെക്കുക. 35 to 40 മിനിറ്റ്സാണ് ഞാൻ എപ്പോഴും ബേക്ക് ചെയ്തെടുക്കാറ്. ഓക്കെ,
അപ്പോൾ 35 to 40 മിനിറ്റ്സ് വെച്ചിട്ട് നിങ്ങളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക കേക്കിൻ്റെ നടുവിൽ. അപ്പം നല്ല ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ കേക്ക് കുക്കായി നടത്തുക കേട്ടോ. എന്നിട്ട് അത് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ക്രീമൊക്കെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ചൂടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രം വെക്കുക, അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ഒന്ന് ചെറുതായി ചൂടായി വരുന്ന സമയത്ത്, അധികം ബബിൾസ് ഒക്കെ വന്ന് തിളപ്പിക്കൊന്നും വേണ്ട, ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1:2 ആണ്. നമ്മൾ ഈ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ റേഷ്യോ വരുന്നത് 1:2 ആണ്. അതായത് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ 2 കപ്പ് ഗ്രേറ്റഡ് ചോക്ലേറ്റ് എടുക്കുക. ഓക്കെ, അപ്പം ഞാനിവിടെ 2 കപ്പ് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ 1 കിലോ കേക്ക് ആണെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വിപ്പിംഗ് ആണെങ്കിൽ 1 കപ്പ് ചോക്ലേറ്റ് എടുക്കേണ്ടി വരും കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ചൂട് കൊണ്ട് തന്നെ ഈ ബട്ടറും ചോക്ലേറ്റൊക്കെ നല്ലോണം മെൽറ്റായി വരും കേട്ടോ. അപ്പം ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക, 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് വേഗം ഒന്ന് മെൽറ്റായി കിട്ടും വിപ്പിംഗ് ക്രീം ചൂടായതുകൊണ്ട്. അപ്പം ഒന്ന് ചൂടായാൽ മതി വിപ്പിംഗ് ക്രീം. എന്നിട്ട് നിങ്ങൾക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഒന്ന് ബിസ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല സ്മൂത്ത് ടെക്സ്ചറിൽ വരണം കേട്ടോ. നല്ല സിൽക്ക് പോലെ ആവണം ടെക്സ്ചർ. അപ്പോൾ നല്ലോണം പ്രസ് ചെയ്തിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് ബാക്കി എന്തെങ്കിലും ലംസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ടൊരു ഫിൽറ്റർ വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം അരിച്ച് കട്ടകളൊന്നും ഇല്ലാണ്ട് അതും ലംസും പൊടിയൊന്നും ഇല്ലാണ്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നല്ല എ സി ഒക്കെ ഉള്ള റൂമാണെങ്കിൽ കുഴപ്പമില്ല, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. ഒരു 2-3 ഹവേഴ്സ് കൊണ്ട് നല്ലോണം സെറ്റായി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിൽ കേട്ടോ, ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ്. ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നമുക്കൊരു 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കുമ്പോൾ നല്ലോണം ഒന്ന് തിക്ക് ഫോമിലായിട്ട് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ കേക്ക് മറക്കാൻ പാടില്ല. അപ്പോൾ കേക്ക് കറക്റ്റ് 35-40 മിനിറ്റ്സിൽ റെഡിയാകും കേട്ടോ. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക. എന്നിട്ട് റെഡിയാകാൻ നോക്കിയിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ കേക്കൊക്കെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഹൈറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ കേക്കിന്. അതേപോലെ തന്നെ എൻ്റെ ചോക്ലേറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഇത് അടിപൊളിയായിട്ടുള്ള ചോക്കോ മെൽറ്റ് കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് മെൽറ്റായിരിക്കുന്ന ഒരു കേക്കാണ് കേട്ടോ. ചോക്ലേറ്റൊക്കെ കുറച്ച് മെൽറ്റായിരിക്കുന്ന കേക്കാണ്. അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലെയർ വെച്ചു. ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നില്ല. അപ്പം നല്ല സോഫ്റ്റ് ആണെങ്കിൽ ഷുഗർ സിറപ്പിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ കഴിക്കുമ്പോൾ തന്നെ ക്രീമൊക്കെ ഇടുമ്പം അതിലുള്ള വെള്ളമൊക്കെ സോക്ക് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒന്ന് നല്ലൊരു സ്പോഞ്ച് കിട്ടും നിങ്ങൾക്ക് കഴിക്കുമ്പോൾ. ഓക്കെ, നല്ല സോഫ്റ്റ് തന്നെ കിട്ടും. അഥവാ നല്ല ഹാർഡായിട്ടുള്ള കേക്കാണെങ്കിൽ മാത്രമാണ് ഈ ഷുഗർ സിറപ്പ് ആഡിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മേലെ ഈ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം, അതായത് ഈ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നില്ല. അതിന് ഡയറക്റ്റ് ഞാനിവിടെ ചോക്ലേറ്റാണ് നല്ല തിക്ക് ലെയറിൽ ഫോമിൽ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സെക്കൻഡ് ലെയർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാൻ നല്ല തിക്ക് ലെയറിൽ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ലെയർ വെച്ച് അതിൻ്റെ മേലെയും കൂടി ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഡിപ്പ് ചെയ്തതിന് ശേഷം സൈഡിലൊക്കെ നല്ലോണം ഈ ഐസിങ് നൈഫ് വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം താഴേക്ക് ഒളിച്ച് വരും, അത് കാര്യമാക്കേണ്ട. അത് നമുക്ക് ബാക്കി നൈഫ് വെച്ചിട്ട് തന്നെ അത് എടുത്തുക. അപ്പോൾ എല്ലാവരുടെയും ചോക്ലേറ്റ് ആയതിനു ശേഷം ഒന്ന് കൺഫേം ചെയ്യുക കേട്ടോ. എല്ലാ സ്ഥലത്തും ക്രം കോട്ട് പോലെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതെന്ത് ചെയ്യുക, ഒരു 30 മിനിറ്റ്സ് നമ്മൾ ഫ്രിഡ്ജിൽ പിന്നെയും വെക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു കട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വടിച്ചെടുത്താൽ മതി. ചോക്ലേറ്റ് ബാക്കിയുള്ളതൊക്കെ നല്ല നീറ്റായിട്ട് എടുത്താൽ തന്നെ നല്ലോണം വൃത്തിയിലൊക്കെ വരും കേട്ടോ. ഇനി ഇത് ഫസ്റ്റത്തെ കോട്ടാണ് കേട്ടോ. ഇതന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോക്ലേറ്റൊക്കെ കുറച്ചും കൂടി ഒന്ന് ഹാർഡായി വരും. ഓക്കെ, രണ്ടും ബാക്കിയുള്ള ചോക്ലേറ്റ് എക്സ്ട്രാ ബാക്കി വരുന്ന ചോക്ലേറ്റും ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അതെല്ലാം കൂടി 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി എടുക്കും. കണ്ടോ, ബാക്കിയുള്ള ഞാനൊരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി കുറച്ചും കൂടി തിക്കായി വന്നിട്ടുണ്ട്. അത് സെക്കൻഡ് കോട്ടിങ്ങിൽ കൊടുക്കും. അപ്പോൾ വലിയ ഷേപ്പിലായിട്ട് വരണമെന്നൊന്നും ആവശ്യമൊന്നുമില്ല. കാരണം ഇതിൻ്റെ മേലെ ഞാൻ ഫുൾ നട്ട്സ് ഇടാൻ പോവുകയാണ്. അതുകൊണ്ട് വലിയതായിട്ട് നമുക്കിത് ഫുള്ളൊന്നും ക്ലീനായിട്ട് നല്ല ക്ലീൻ എഡ്ജ് വേണമെന്നും കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ സെല് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വീട്ടിലേക്ക് വേണ്ടത് തന്നെ ആക്കിയതാണ്. അതുകൊണ്ട് അങ്ങനെ വലിയ പെർഫെക്ഷനൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ മോൾക്ക് തീരെ ക്ഷമയില്ല. ഒരാണ് വേഗം കിട്ടിയാൽ മതി എന്നായി. അപ്പോൾ അവളിങ്ങനെ ക്ഷമ നശിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായിക്കട്ടെ. അപ്പം അടുത്തത് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ക്ലീൻ എഡ്ജൊന്നും ആക്കുന്നില്ല. ഒരു രീതിയിൽ ഞാനിതൊക്കെ ചെയ്തതിന് ശേഷം ഞാനിവിടെ കാഷ്യൂസും പിന്നെ ബദാമും രണ്ടും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്, ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ജസ്റ്റ് സൈഡിലും മേലെയും കൂടി നല്ലോണം ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ.
നല്ല ടേസ്റ്റാണ് കേക്ക് കഴിക്കുമ്പോഴും ആ കാഷ്യൂൻ്റെ ഇതൊക്കെ വരുന്ന സമയത്ത് കേട്ടോ. ഇത് വേണമെങ്കിൽ കേക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫില്ലിങ്ങിൽ നമ്മൾ ബാച്ച് ചെയ്ത പോലെ ചോക്ലേറ്റിൻ്റെ മേലെ ഇതിൻ്റെ എക്സ്ട്രാ കുറച്ച് അധികം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും കൂടി വെക്കാം. അപ്പോൾ കഴിക്കുമ്പം അതും കൂടി കിട്ടും. ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ആൽമണ്ട്സ് ആണെങ്കിൽ ആൽമണ്ട്സ്, അല്ലെങ്കിൽ കാഷ്യൂസ് ആണെങ്കിൽ കാഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഏത് നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. മസ്റ്റ് ട്രൈ കേക്കാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റുമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സാധാരണ മോയിസ്റ്റ് കേക്ക് എന്നൊക്കെ പറയുന്ന പോലെയല്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്കൂപ്പ് ഓഫ് വാനില ഐസ്ക്രീം വെച്ചിട്ട് കഴിച്ചാൽ ഒരു രക്ഷയില്ല. എന്തായാലും ഡു ട്രൈ. അപ്പോൾ നമ്മൾ വെൽവെറ്റ് മെൽറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഉള്ളിലൊക്കെ ലെയറിന്നൊക്കെ ചോക്ലേറ്റ് ഡിപ്പായി വരുന്നത് നിങ്ങൾക്ക് കാണാം. അടിപൊളിയാണ്, ടേസ്റ്റാണ്. ഡു ട്രൈ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.